ഹലോ ഗൈസ്, പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണി. മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം, ഇലകളിൽ വെള്ളം വീഴുന്നതിൻ്റെ ഡുണ്ടുണാപ്പി ശബ്ദങ്ങൾ നല്ല സാധനങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന പടത്തിലെ ഈ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ പാട്ട് എങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്? എൻ്റെ കുടുകുടുകുടു ഇമോഷണലായ പ്രണയബന്ധങ്ങളെ ഇതെങ്ങനെ സ്വാധീനിച്ചു, എന്നെ ഇമോഷണലി ഇത് എങ്ങനെയാണ് തളർത്തിക്കളയുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഇടിവെട്ട് ഊള അലവലാതി കഥകൾ, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുമ്മാ പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ കരഞ്ഞ് ബഹളം വയ്ക്കും, ചിലപ്പോൾ ഫോൺ എടുത്ത് പൊട്ടിക്കും, അറിയൂല. അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ട് വെക്കാം. എന്നെ കാര്യമായി ഹോണ്ട് ചെയ്തിട്ടുള്ള, കുറേ കാലം ഹോണ്ട് ചെയ്തിട്ടുള്ള, വേട്ടയാടിയിട്ടുള്ളൊരു പാട്ടാണിത്. ഇപ്പോഴും ഇടയ്ക്ക് വേട്ടയാടും. അപ്പോൾ കുറേ കാലം ഞാൻ ഇത് കേൾക്കാണ്ടിരിക്കും. ഇടയ്ക്ക് ഇത് കേൾക്കും, സങ്കടപ്പെടും, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഇത് കേൾക്കും, എന്നിട്ട് അങ്ങനെ ഇരിക്കും. എൻ്റെ കോളേജ് ലൈഫിലുണ്ടായ ഒരു പ്രണയബന്ധത്തെ കാര്യമായി സ്വാധീനിച്ച, ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ടാണിത്. നമുക്ക് ആ പാട്ട് ഒന്ന് തുടക്കം മുതൽ കേട്ട് നോക്കാം. ഇതിൽ കല്യാണ ദിവസം ഇത് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എങ്ങനെ കൊളാക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമത്തിലാണ്. അവളുടെ ഇവൻ പ്രേമിക്കണ പെണ്ണിൻ്റെ ഇവർ രണ്ടുപേരും ഭയങ്കര ഡിങ്കോൾഫിക്കേഷൻ പ്രേമമായിരുന്നു. അവളുടെ കല്യാണ ദിവസം. അപ്പോൾ ഇവന് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ കല്യാണ ദിവസം ഇപ്പോൾ പന്തൽ റെഡിയാക്കാൻ വേണ്ടി പോകുന്ന ഒരവസ്ഥയാണ്. അയ്യോ, ശോകം, കഷ്ടം തന്നെ മൊയിലാളി. അപ്പോൾ ഇതാ പെണ്ണത് അവിടെ വന്ന് നോക്കണം അല്ലേ, ജനലിൽ കൂടെ വന്ന് നോക്കണം. ഒരു വിൻറ്റേജ് സ്റ്റൈൽ നോക്കട്ടെ. ശരത്തിൻ്റെയും ഓളുടെ പേരാണ് കാരണൊരു അച്ഛനോട് കലവറയിലത് ഓനപ്പത മുഞ്ചിത അവസ്ഥയിൽ ഇങ്ങനെ നോക്കണുണ്ട്. അവളുടെ അനിയത്തി അവസാനം ഇവർ സെറ്റ് ഔട്ടാ അല്ലേ, അങ്ങനല്ലേ കഥ. ഇത് ഭയങ്കരമായിട്ട് തന്നെ ഇമോഷണലി ബാധിച്ച ഒരു സാധനമാണ് കേട്ടോ. അതായത് എൻ്റെ പ്രണയബന്ധം, എനിക്ക് ഈ ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ഉണ്ട്. അതായത് ഞാൻ പ്രേമിക്കുന്ന ആൾ വേറെ ആളെ കെട്ടിപ്പോവും, അല്ലെങ്കിൽ വേറൊരുത്തെ കൊണ്ടുപോകും എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാര്യമായിട്ടില്ലാണ്ടിരുന്ന ഒരു സമയത്താണ് എൻ്റെ ഡിഗ്രി ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് ഇൻസ്റ്റാഗ്രാം മാത്രമേ കാര്യമായിട്ടുള്ളൂ, ഫോണൊന്നും അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ കാമുക്ക് പ്രപ്പോസലുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പറഞ്ഞിട്ട് അവളിങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ നോട്ടം കണ്ടില്ലേ. അപ്പം ഞാൻ ആ സമയത്ത് ആലോചിച്ച് കൂട്ടി കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാട്ടോ, കല്യാണ പെണ്ണ് ആ വേഷത്തിലുള്ള അവിടെ നിൽക്കണം. ഇതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൊറർ ഫീലാണ് തന്നിരുന്നത്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തി വേറൊരുത്തിനെ കെട്ടിപ്പോണെ കൊണ്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ഒരു പക്ഷേ ആ ഒരു ഊള ആറ്റിറ്റ്യൂഡ് ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം മേ ബി. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചിങ്ങായി കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവളെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ കെയർ ചെയ്യുമോ, അല്ലെങ്കിൽ അവളുടെ പെർമിഷൻ ഇല്ലാണ്ട് അവളുടെ ശരീരത്തിൽ ആ ചിങ്ങായി തൊടുമ്പോൾ അവൾക്കത് ഭയങ്കര പ്രശ്നമായിരിക്കില്ലേ, ട്രോമയായിരിക്കൂലേ, അതൊരു വയലൻസ് ആവൂലേ, അല്ലെങ്കിൽ ഒരു സെക്ഷുവലായിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഭയങ്കര ഒരു കടന്നുകയറ്റാവൂലേ അത്, അല്ലെങ്കിൽ അവൾ കരയൂലേ, അങ്ങനെയുള്ള കുറേ സാധനം എന്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ബോറൻ ചിന്തയായിരിക്കും അത്, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരുക്കിയിട്ട് വേറെ കാര്യം മനസ്സിലായത് കേട്ടോ. അയക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ആ പെണ്ണത് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ആ സാഹചര്യമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്തായിരുന്നു. പിന്നെ ഇവർ ആ കുഞ്ഞാത്തോല് വന്നിട്ട് ഇവർ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. എന്ത് ചന്ത കാണാമല്ലേ രണ്ടുപേരെ വിൻറ്റേജ് സ്റ്റൈലിൽ. ആ സാരി മൊത്തത്തിൽ ഭയങ്കര ക്യൂട്ടാണില്ലേ, ഭയങ്കര നമ്മളെന്താ പറയുക, ഒരു മഞ്ഞത്തുള്ളി പോലെ അത്രയും പ്യുവറായിട്ടുള്ള രണ്ട് പേര് എന്നുള്ള അങ്ങനെ എങ്ങനെയാ പറയാമെന്നറിയില്ല. അവസാനം എന്ത് സംഭവിക്കണോ, അങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള ഒരു കല്യാണം കുഞ്ഞാത്തോല് നടത്തി കൊടുക്കുന്ന രീതിയിൽ അവസാനം അവർ അവിടുന്ന് ഓടും. എന്താ നോട്ടം കണ്ടില്ല എൻ്റെ അമ്മോ. ഞാൻ മുമ്പ് കല്യാണങ്ങളൊന്നും പങ്കെടുക്കില്ലായിരുന്നു. ഇപ്പോഴത്രയും കല്യാണങ്ങൾ പോകില്ല. ഞാൻ ഒരു തഗ് മൂഡിലൊക്കെ പോവുള്ളൂ. മറ്റേന്ന് വെച്ചാൽ ഇമോഷണലി എന്നെ ബാധിക്കും. അപ്പോൾ ഞാനത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തഗ്ഗാവും. അങ്ങനെ ഒരു സാധനമായിരുന്നു. ചളി പറയും, വളിപ്പത്തരം കാണിക്കും ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട്, ഞാനൊരു ഇൻട്രോവേർട്ടും കൂടിയാണ്, വളരെ ഷൈയാണ്. അപ്പോൾ ഇതെൻ്റെ ബന്ധങ്ങളെയും ഒക്കെ ബാധിച്ചിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇപ്പോഴും പ്രശ്നമുണ്ട്. ഇവരെങ്ങനെ ഓടിപ്പോണം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എനിക്കെൻ്റെ 10ാം ക്ലാസ്സിലും അതേപോലെ 10ാം ക്ലാസ്സിലുള്ള ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടും, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ടുള്ളൊരു രീതിയിലുള്ളൊരു സംഗതി അല്ലായിരുന്നു. പിന്നീട് വേറൊരു കോലത്തിലേക്ക് അത് മാറിപ്പോയി. അതിപ്പോൾ അതായത് എന്താ പറയുക, അങ്ങനൊരു സംഗതിയായിട്ട് അത് മാറിപ്പോയി. അതല്ലാണ്ട് ഉള്ള ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മൾ കോളേജ് ലൈഫിലുണ്ടായിരുന്ന ഒരുത്തി അവളുടെ കല്യാണത്തിന് എന്നെ മാത്രം വിളിച്ചില്ല. അതെന്താ വെച്ചാൽ നമ്മൾ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് എനിക്കത് കുറേ കാലം വർഷങ്ങളോളം എന്നെ ഹോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെയും ജോലി റിസൈൻ ചെയ്യുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറേ കലാപരിപാടികൾ. എന്തായാലും ഇതെന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് സെൻസിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന പാട്ടുകളിലൊന്നാണ്. ഇടയ്ക്ക് കേൾക്കുമ്പോൾ രസമാണ്, ഭയങ്കര സോഫ്റ്റാകും, ഭയങ്കര കൂളായിരിക്കും, ഭയങ്കര വിഷയമാണത്. പ്രത്യേകിച്ച് ഒരു ഷൈ ആയ നമുക്കങ്ങനെ ഇമോഷണലി അത്ര കമ്പാനിയനൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് ഭയങ്കര വിഷയമാണത്. ഭയങ്കര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും, ഭയങ്കര വൾണറബിളാവും, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെൻ്റെ 10ാം ക്ലാസ്സിലെ ഒരു 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 8, 9, 10 വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ആ സമയത്ത് എന്താ പറയുക, ഉണ്ടാവുന്ന സുഹൃത്ത് ബന്ധങ്ങളിലും അടുത്ത നാം ഇമോഷണലി ഉണ്ടാകുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരൊരു കമ്പാനിയൻഷിപ്പിൽ, അതുപോലെ കോളേജ് ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. അതിൽ നമ്മളെ ഒരു പ്രണയം എന്ന രീതിയിലൊക്കെ നമ്മൾ ആണ് എന്ന് വിചാരിക്കുന്ന ചില ബന്ധങ്ങളിലൊക്കെ ഈ പാട്ടിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പാട്ട് കേൾക്കുമ്പോഴും ഭയങ്കരമായിട്ട്, അതായത് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഈ അനുഭവങ്ങളിലും ഈ പാട്ടിനും. ഇപ്പം ഞാനിതിനെ ഓവർകം ചെയ്യുന്നത് ചളിയടിച്ചിട്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടും ട്രാവൽ ചെയ്തിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ പക്ഷേ ചില സമയത്ത് നമ്മൾ ഈ പാട്ടിലേക്ക് മൂക്കം കുത്തി വീണു പോകും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ 2-3 പ്രണയബന്ധങ്ങൾ എന്നെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ പാട്ടിൻ്റെ ഒരു നിഴലുണ്ട്, അല്ലെങ്കിൽ ഒരു തെളിച്ചമുണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെ കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്ന കൗകി എല്ലാവരും കല്യാണത്തിന് വിളിച്ചു, ഞാൻ മാത്രം വിളിച്ചില്ല. അപ്പം അത് അങ്ങനെയുള്ള ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ ബൈ. അല്ല ഗൈസേ, ഇതിലെടുത്ത് പറയാൻ തോന്നുന്ന വേറൊരു കാര്യം കൂടിയിട്ട് ഞാനത് അപ്പോൾ അതിൻ്റെ വിട്ടുപോയി. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അല്ല ഉണ്ട്. അപ്പോൾ ഓൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ അവളുടെ കല്യാണം ആയപ്പോഴേ, അപ്പോൾ അവന് ജോലിയൊന്നും ഇല്ലാണ്ടിരുന്ന ഒരു സമയത്ത് അവളുടെ കല്യാണമായ സമയത്ത് അപ്പോൾ ഇവൻ കല്യാണത്തിന് ഇവനെയും വിളിച്ചു തരാം. അപ്പോൾ കല്യാണത്തിന് പോകണമെന്ന് ഭയങ്കര ഇതായിരുന്നു അത്ര. അത് എന്തായാലും ആ ഒരു ഇത് മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അത് മെമ്മറി ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കുറേ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇവൻ പോയി തരാം. ഇവൻ കല്യാണത്തിന് സദ്യക്ക് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ എടാ നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവണ്ട് ഇത്ര 2-3 പപ്പടം കൂട്ടിയിട്ട് ആദ്യം കഴിക്കത്ര ചോറ് 2-3 വട്ടക്കര കഴിക്കണു ഇത്ര. അപ്പോൾ എല്ലാവരും എടാ എനിക്ക് സങ്കടമല്ലേ ചോറ്, സങ്കടം എന്തിനു സങ്കടം, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ പറഞ്ഞു ഇത്ര. അപ്പം അങ്ങനെയുള്ള ഒരു ആളാവായിരിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഒളി പറയണ പോലല്ല, ഇപ്പോഴും നടക്കൂല. തിയറി പറയണ പോലെ അല്ലല്ലോ പ്രാക്ടിക്കലി ഉള്ള കാര്യം. അപ്പോൾ ഈ പറയുമ്പോഴാണ് എനിക്ക് എൻ്റെ പൊന്നൂട്ടനെ പെട്ടെന്ന് ഓർമ്മയായിരുന്നു. അവൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, വലിച്ചെടുക്കണില്ല. അതായത് ഓനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ള ഒരുത്തി. അപ്പോൾ ഇവനപ്പം അവളോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതായത് അവരെ അടിച്ചുപൊളിച്ച് ചേർക്കേണ്ട ഒരു ടൈമിൽ, അവന് വേറെ കുറേ ആഗ്രഹങ്ങൾ പരിപാടി ചേർക്കുന്ന ടൈമിൽ അവളാണെങ്കിൽ ഒരു തനി ഫാമിലി സെറ്റപ്പ് എന്ന് വരുന്ന അവസ്ഥയിൽ ഇവരാണെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനും സിനിമ നാടകം ഒക്കെ. അവസാനം അവളുടെ കല്യാണമായ സമയത്ത് ഇവരാകെ കിളിവാറി, ഇവരൊരു സൗകര്യം കിട്ടാണ്ട് സമാധാനം കിട്ടാണ്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അപ്പോഴത്തുള്ള ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു ഗേൾ ഫ്രണ്ട് അടുത്തൊരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് കല്യാണത്തിന് പോയി. അതായത് അവൾക്ക് ഇനി കല്യാണ ശേഷം ഇവനെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണ്ട, അത് അവളെ ഹോണ്ട് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചുള്ള ഒരു രീതിയിൽ അവിടെ പോയപ്പോൾ ഇവനെ കണ്ടോടനെ അവൾ ചോദിച്ചു കമുകയാണോ ചോദിച്ചു അത്രേ. വേറെ ഒന്നും ഇല്ലാത്തറേ, കമുകയാണോ ചോദിച്ചു അത്രേ. അപ്പോൾ ഇവൻ അതിലാകെ ചൂളിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, അതിപ്പോൾ എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ ഇവനങ്ങനെ കാര്യമായി അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആ പെയിൻ ഫീൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ടോ? നിങ്ങളുടെ അത്രയും സോഫ്റ്റായിട്ടുള്ള ഇമോഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ
കൊന്നിക്കാൻ പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിച്ച് പോവുക, നിങ്ങളെ വിളിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരാണ്ട് ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ. അതായത് നമ്മളിങ്ങനെ വിചാരിക്കും ഇവിടെ കാമുകി കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആലോചിച്ചിരിക്കുന്നത് കോപ്പാണ്. ചില ആളുകൾ വെച്ചില്ലേ അവരവിടെ അടിച്ചു പൊളിച്ച് കിടക്കുക, നമ്മൾ പ്രാന്തമായിട്ട് കിടന്ന് ഇറക്കുന്നുണ്ടായിരിക്കും. എന്തായാലും സംഭവം രസമാണ് ലൈഫ് അല്ലേ. തേൻ തുളുമ്പും ഓർമ്മകൾ. അപ്പോൾ സങ്കടം വരുമ്പോൾ നമ്മുടെ ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി 2 പപ്പടം കാച്ച, അല്ലെങ്കിൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് അടിപൊളി ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക. നമ്മുടെ ജീവിതം ഇങ്ങനെ പോവും.